കർണാടകയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ബസ് ഡ്രൈവറിന് മകൻ പിറക്കുന്നു. അവർ അവനോടുന്ന പേര് നവീൻ കുമാർ ഗൌഡ എന്നായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അവനൊരു നടനാകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അച്ഛനും അമ്മയും ആ ആഗ്രഹത്തിന് എതിരായിരുന്നു. നാട്ടുകാരും സുഹൃത്തുക്കളും പറഞ്ഞു, നിന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും അവൻ തളരാൻ തയ്യാറായില്ല. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന 300 രൂപ എടുത്ത് അവൻ ബാംഗ്ലൂരിലേക്ക് ഒറ്റയ്ക്ക് വണ്ടി കയറി. അവന്റെ സ്വപ്നങ്ങൾ വലുതായതുകൊണ്ട് തന്നെ അവൻ ആ നഗരം കണ്ടിട്ട് ഭയന്നില്ല. അങ്ങനെ 50 രൂപയ്ക്ക് തിയേറ്ററുകളിൽ അസിസ്റ്റന്റായും തെരുവുകളിൽ ചായ വിറ്റും അവൻ കുറെ കാലം കഴിഞ്ഞുകൂട്ടി. അങ്ങനെ ഒടുവിൽ അവനൊരു സീരിയൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നു. അവിടെ വെച്ച് തന്റെ ജീവിത പങ്കാളിയെ അവൻ കണ്ടെത്തുകയാണ്. അങ്ങനെ പതുക്കെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അവൻ സിനിമയിലേക്ക് കയറാൻ തുടങ്ങി. ജനം അവനെ കണ്ട് അംഗീകരിക്കാനും തുടങ്ങി. അങ്ങനെ അവന്റെ തലവര മാറ്റിയ ഒരു സിനിമ വന്നു. ഉഗ്രമായ സിനിമയ്ക്ക് ശേഷം അതേ ഡയറക്ടറുടെ ബ്ലോക്ക് പോസ്റ്റർ സിനിമ. ആ സ്ക്രീനിൽ അന്നൊരു പുതിയ ക്യാരക്ടർ കൂടിയായിരുന്നു ജനനം കൊണ്ടത്. 300 രൂപയുമായി വീട് വിട്ടിറങ്ങിയ ആ ചെറുപ്പക്കാരനെ ഇന്ന് ഇന്ത്യ മുഴുവൻ ഒരൊറ്റ പേര് വിളിക്കുന്നു, റോക്കി ഭായ്. അതെ, അദ്ദേഹമാണ് നവീൻ കുമാർ ഗൌഡ എന്ന യാഷ്.